പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ നോക്കുന്നത് കാരണം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ജർമ്മൻ ഗവൺമെന്റ് നിങ്ങൾക്ക് കുറച്ച് അലൗൺസ് ഒക്കെ തരുന്നുണ്ട്. അതാണ് എൽട്ടേൺ ഗിൽഡ് അല്ലെങ്കിൽ പാരന്റൽ അലൗൺസ്. അപ്പൊ അതെന്തൊക്കെയെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ജർമ്മൻ ബാബിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽട്ടേൺ ഗിൽഡ് അഥവാ പാരന്റൽ അലൗൺസ് എന്ന് പറയുന്നത് നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിന് വേണ്ടി ജോലിയിൽ നിന്നും അവധിയെടുക്കുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മൻ ഗവൺമെന്റ് നൽകുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് എൽട്ടേൺ ഗിൽഡ് അഥവാ പാരന്റൽ അലൗൺസ് എന്ന് പറയുന്നത്. എത്ര രൂപ വരെ നമുക്ക് കിട്ടും? നമുക്ക് 300 മുതൽ മാക്സിമം 1800 യൂറോ വരെ നമുക്ക് കിട്ടും. അത് നമുക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുന്നേ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എത്രയാണോ നമ്മുടെ സാലറി, ആ സാലറിയുടെ 65% ആയിരിക്കും ഗവൺമെന്റ് അലൗൺസ് ആയിട്ട് നമുക്ക് എല്ലാ മന്തും തരുന്നത്. അപ്പൊ നമുക്ക് ജർമ്മനിയിലെ നിയമം അനുസരിച്ച് കുഞ്ഞുണ്ടായി 2 മാസത്തിനു ശേഷവും കുഞ്ഞുണ്ടാകുന്നതിന് 6 ആഴ്ചയ്ക്ക് മുന്നേ വരെയും നമുക്ക് നിർബന്ധിത അവധിയാണ്. അപ്പൊ കുഞ്ഞു ജനിക്കുന്നതിന് 6 ആഴ്ച മുന്നേ ഉള്ള അവധിക്ക് പറയുന്നത് മുട്ടർഷൂട്ട്സ് എന്നാണ്. ആ സമയത്ത് നമ്മൾ ജോലി ചെയ്യാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് ഫുൾ സാലറി നമുക്ക് കിട്ടും. അതുപോലെ കുഞ്ഞു ജനിച്ച് 2 മാസത്തിനു ശേഷവും നമുക്ക് ഫുൾ സാലറി കിട്ടും. അപ്പോഴും നിർബന്ധിത അവധിയാണ്, നമുക്ക് ജോലിക്ക് പോകാൻ പാടില്ല. 3-ാം മാസം മുതലായിരിക്കും നമുക്ക് ഗവൺമെന്റിന്റെ അലൗൺസ് കിട്ടുന്നത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ, കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിക്കണം നമ്മൾ എത്ര നാളാണ് എൽട്ടേൺസ് ആയിട്ട് അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് എടുക്കുന്നത്, നമ്മൾ ആരൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പൊ ജർമ്മനിയിലെ നിയമം അനുസരിച്ച് അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ മെറ്റേണിറ്റി ലീവ് എടുക്കാവുന്നതാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് 3 വേർഷൻസ് ആണ് ഈ മെറ്റേണിറ്റി അവധി നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ബേസിക് പാരന്റൽ അലൗൺസ്, രണ്ടാമത് പാരന്റൽ അലൗൺസ് പ്ലസ്, മൂന്നാമത് പാർട്ണർഷിപ്പ് ബോണസ്. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാന്ന് ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തേത് ബേസിക് പാരന്റൽ അലൗൺസ്. സാധാരണയായി മിക്കവാറും എടുക്കുന്നത് ഈ ഒരു മെറ്റേണിറ്റി അവധി ആയിരിക്കും. ആദ്യത്തെ 1 വർഷം കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇപ്പം അച്ഛനും അമ്മയും എടുക്കുവാണെങ്കിൽ നമുക്ക് 14 മാസം വരെ എടുക്കാം. ഇപ്പം 12 മാസം അമ്മ എടുത്തതിന് ശേഷം അടുത്ത 2 മാസം അച്ഛൻ എടുക്കാം, അല്ലെങ്കിൽ അവർ ഈക്വൽ ആയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുണ്ടായ ആദ്യത്തെ 2 മാസം നമുക്ക് നമ്മുടെ എംപ്ലോയർ നമുക്ക് സാലറി തരും. അതിനുശേഷമുള്ള കാശ് തരുന്നതാണ് ഗവൺമെന്റ്. അപ്പൊ ഇത് നമ്മളെ ജോലിക്ക് പൊക്കോണ്ടിരുന്ന സമയത്ത് നമുക്ക് എത്രയാണോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി അതിന്റെ 65% ആയിരിക്കും ഈ 1 ഇയർ അവർ ഡിവൈഡ് ചെയ്ത് തരുന്നത്. ഈ സമയത്ത് നമുക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇൻ കേസ് നമുക്ക് മിനി ജോബിന് വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷെ നമ്മൾ മിനി ജോബിന് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറിയും ഗവൺമെന്റ് തരുന്ന സാലറിയും കൂടെ 1800-ന് മേളിലാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഗവൺമെന്റിന്റെ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കുറയും, അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ ഏൺ ചെയ്യുന്നത് നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറെ നൂലാമാലകളുണ്ട്. അപ്പൊ അതുകൊണ്ട് മെറ്റേണിറ്റി ലീവിൽ ഇരിക്കുന്നവര് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എക്സ്ട്രാ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. രണ്ടാമത് പറയുന്നത് പാരന്റൽ അലൗൺസ് പ്ലസ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 6 മാസം നമുക്ക് ബേസിക് എൽട്ടേൺ ഗിൽഡ് പോലെ എടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലസ് 1 ഇയർ നമുക്ക് നീട്ടിയെടുക്കാം. അതായത് ടോട്ടൽ നമുക്ക് 1.5 വർഷം വരെ അവധി എടുക്കാം. അത് അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ടോ അമ്മയ്ക്ക് കൂടുതൽ അച്ഛന് കുറച്ചായിട്ടോ എടുക്കാൻ പറ്റും. അപ്പൊ ഈ സമയത്ത് നമുക്കൊരു നെഗറ്റീവായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 65% അലൗൺസ് നമുക്ക് കിട്ടത്തില്ല. അതിന്റെ പകുതിയായിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 1400 യൂറോയാണ് നമുക്ക് ഗവൺമെന്റ് 1 വർഷം തന്നിരുന്നതെങ്കിൽ ആദ്യത്തെ 6 മാസത്തിന് ശേഷം നമുക്ക് 1400-ന്റെ പകുതി, അതായത് 700 യൂറോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഈ പെർമനന്റ് തുക തന്നെ 1.5 വർഷം അവർ ഡിവൈഡ് ചെയ്തായിരിക്കും തരുന്നത്. അപ്പോ ഇതിനകത്ത് വേറൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് പാർട്ട് ടൈം ജോബിന് പോകാൻ പറ്റും. പക്ഷേ പാർട്ട് ടൈം ജോബിന് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 1800 അല്ലെങ്കിൽ 1400 അതിന് മേളിൽ നമ്മൾ ഏൺ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഗവൺമെന്റ് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന തുകയാണിത്. അപ്പൊ ആ തുകയെക്കാളും കൂടുതലായിട്ട് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സർക്കാരിന്റെ ആനുകൂല്യം കുറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ കൂടുതൽ ഏൺ ചെയ്യുന്നത് ടാക്സ് ആയിട്ട് പോകും. നമ്മൾ പാർട്ട് ടൈം ജോബിന് പോകുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയറിനെ നമ്മൾ അറിയിച്ചിരിക്കണം, നമ്മൾ 1.5 വർഷക്കാലം അവധി എടുക്കുന്നുണ്ട്, ഞാൻ പാർട്ട് ടൈമിന് പോകുന്നുണ്ടെന്ന് അറിയിക്കണം. ചില എംപ്ലോയർ സമ്മതിക്കില്ല, പക്ഷെ മാക്സിമം പേരും സമ്മതിക്കാറാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് അവര് നമ്മളോട് പറയും, നമ്മൾ ആദ്യത്തെ കമ്പനിയുടെ സമ്മതപത്രം അല്ലെങ്കിൽ പെർമിഷൻ ലെറ്റർ നമ്മൾ മേടിക്കണമെന്ന് പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ ജോലിക്ക് കയറുന്നതിന് 7 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മുന്നേ തന്നെ നമ്മൾ ഈ ലെറ്റർ മേടിച്ച്
നമ്മൾ വെക്കണം. അതുപോലെ നമ്മുടെ കമ്പനീനെ അറിയിക്കുകയും വേണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് പാർട്ണർഷിപ്പ് ബോണസ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് അധികം ആരും അങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എൽടേൺ ഗിൽഡ് പ്ലസിന്റെ കൂട്ടത്തിൽ നമുക്ക് 2 അല്ലെങ്കിൽ 4 മാസം കൂടുതൽ എടുക്കാം. അതുപോലെ നമുക്ക് 32 മാസം വരെ എടുക്കാം. പക്ഷെ നമുക്ക് ആദ്യത്തെ 1.5 വർഷം മാത്രമേ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ അലവൻസ് ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് അച്ഛനും അമ്മയ്ക്കും പാർട്ട് ടൈം ജോബിന് പോകാം. നമുക്ക് 3 ഇയേഴ്സ് വരെ നമുക്ക് ഈ മെറ്റേണിറ്റി ലീവ് എടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ മാതാപിതാക്കൾക്കും പിന്നെ കുഞ്ഞിനെ നിയമപരമായി പാലിക്കുന്നവരും ആയിരിക്കണം. ഇപ്പൊ ബയോളജിക്കലി അച്ഛനും അമ്മയും അല്ലെങ്കിലും കൊച്ചിനെ നിയമപരമായിട്ട് ആരാണ് നോക്കുന്നത്, അവർ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്കും ഇത് എടുക്കാനുള്ള അർഹതയുണ്ട്. ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഇത് 2 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നമ്മൾ എൽടേൺ ഗിൽഡ് ഡിജിറ്റൽ പോർട്ടൽ അവിടെ പോവുക. ഇതിനകത്ത് ലോഗിൻ ചെയ്യുക, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സിറ്റി അടിക്കുക, നമ്മുടെ ഡീറ്റെയിൽസ്, കിഡ്സിന്റെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അതൊക്കെ കൊടുത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആണ്. അതായത് നമ്മൾ എൽടേൺ ഗിൽഡ് സ്റ്റെല്ലയിൽ പോവുക എന്ന് പറയുമ്പോൾ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് ജർമ്മൻ ഗവൺമെന്റ് നടത്തുന്ന ഓഫീസുകളാണ്, അല്ലെങ്കിൽ ഏജൻസിയാണെന്ന് പറയാം. അവിടെ നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവര് ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു തരും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എത്ര നാൾ അവധി എടുക്കണം, എത്ര രൂപ നമുക്ക് കിട്ടും എന്ന രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോം തരും. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. നേരത്തെ നമ്മൾ ഓൺലൈനിൽ ചെയ്ത കാര്യം നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുക. പക്ഷെ കുട്ടി ഉണ്ടായതിനു ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുട്ടിയുടെ ഡീറ്റെയിൽസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം മാത്രമേ നമുക്ക് ഇത് അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെക്കണം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 മെറ്റേണിറ്റി അവധികൾ ഏതിലാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് തീരുമാനിച്ചിരിക്കണം. അതുപോലെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ ഒരു പേപ്പർ നമ്മുടെ എംപ്ലോയർക്ക് നമ്മൾ കൊടുക്കുകയും വേണം. കാരണം അവരും അറിയണം നമ്മൾ എത്ര നാൾ അവധി എടുക്കുന്നു എന്നുള്ളത്. ഈ മെറ്റേണിറ്റി അവധി ഇരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് ജോലിക്ക് പോകാവോ? നമുക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബേസിക് അലവൻസ് എടുക്കുന്നവർക്ക് നമുക്ക് മിനി ജോബിന് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് തരുന്നതിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യാൻ പാടില്ല. അതുപോലെ രണ്ടാമത്തെ പാരന്റൽ അലവൻസ് പ്ലസ് എടുക്കുന്നവർക്ക് നമുക്ക് പാർട്ട് ടൈം ജോബിന് പോകാം. പക്ഷെ നമ്മൾ എവിടെയൊക്കെ ജോബിന് പോയാലും നമ്മുടെ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് നമ്മളൊരു പേപ്പർ മേടിക്കണം. അതായത് നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്നതിന് നമ്മുടെ എംപ്ലോയർക്ക് സമ്മതമാണ്, അല്ലെങ്കിൽ സമ്മതക്കുറവൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു പേപ്പർ നമ്മൾ വാങ്ങുകയും വേണം. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവരെ നമ്മൾ അറിയിക്കുകയും വേണം. അതിന് 7 ആഴ്ച മുന്നേ എങ്കിലും നമ്മൾ നമ്മുടെ എംപ്ലോയറിനെ നമ്മൾ അറിയിക്കുകയും വേണം. സാധാരണഗതിയിൽ എംപ്ലോയർ സമ്മതിക്കാതിരിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ റൈറ്റ് ആണ് നമുക്ക് ജോലിക്ക് പോകാം എന്നുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ നമ്മൾ ലംഘിക്കാനും പാടില്ല. ഒരുപാട് കൂടുതൽ ഏൺ ചെയ്യാനും പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ മെറ്റേണിറ്റി ലീവ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് റിസൈൻ ചെയ്യാമോ? തീർച്ചയായിട്ടും നമുക്ക് റിസൈൻ ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ 1 വർഷത്തെ അവധിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ 3 മാസം മുന്നേ റിസൈൻ ലെറ്റർ നമ്മുടെ കമ്പനിക്ക് നമ്മൾ കൊടുക്കണം. സാധാരണ നമ്മൾ 1 മാസമാണ് റിസൈൻ ലെറ്റർ കൊടുക്കുന്നത്, 1 മാസം മുന്നേ ആണ്. പക്ഷെ നമ്മൾ അവധിയിൽ ഇരിക്കുന്നതുകൊണ്ട് 3 മാസം മുന്നേ നമ്മൾ ആദ്യം അവരെ അറിയിക്കണം. അതിനുശേഷം നമ്മൾ റിട്ടേൺ ആയിട്ട് നമുക്ക് റിസൈൻ ലെറ്റർ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ എൽടേൺ ഗിൽഡിന്റെ കൂടെ കിട്ടുന്ന ഒരു അലവൻസ് ആണ് സിബിലിങ്സ് ഗിൽഡ്. അപ്പൊ സിബിലിങ്സ് ഗിൽഡ് എന്താണ്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുനോക്കുക. ഞാൻ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൽടേൺ ഗിൽഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൽടേൺ ഗിൽഡ് എന്താണ്, ആർക്കൊക്കെ എടുക്കാൻ പറ്റും, എത്ര രൂപ കിട്ടും, ഈ സമയത്ത് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ, അത് എങ്ങനെയാണ് എടുക്കുന്നത്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവിലേക്ക് പോകുന്ന ജർമ്മനിയിലെ നിങ്ങളുടെ ഫ്രണ്ടിലൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാച്ചാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പം ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ചൂസ്.